ഹലോ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. കുറേ നാളായി നമ്മളൊരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്. നമ്മൾ ലാസ്റ്റ് പോസ്റ്റ് ചെയ്യുമ്പോൾ ഞാനൊരു വെയിറ്റ് ലോസ് ജേർണിയിലായിരുന്നു. എൻ്റെ വെയിറ്റ് 107 ആയിരുന്നു. ഇപ്പോൾ എൻ്റെ വെയിറ്റ് 98നും 97 കിലോയ്ക്കും ഇടയ്ക്ക് നിൽക്കുകയാണ്. അതായത് അപ്രോക്സിമേറ്റ്ലി ഒരു 10 കിലോസ് ലൂസ് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് ഒരു വർഷം കൊണ്ടാണ് ഈ വെയിറ്റ് ലോസ് ഉണ്ടായത്. വളരെ സസ്റ്റൈനബിൾ ആയിട്ട് അങ്ങനെ ഒരുപാട് എക്സേർട്ട് ചെയ്യാതെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ കൺട്രോൾ ചെയ്തും കൺസിസ്റ്റൻ്റ് ആയ എഫേർട്ട് ഇട്ടുമാണ് ഈ വെയിറ്റ് ലോസ് കൊണ്ടുപോകുന്നത്. ഇതിൽ നിന്ന് കൂടാതെ നോക്കുന്നുണ്ട്. അങ്ങനെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡയറ്റൊന്നും ആയിരുന്നില്ല ഞാൻ ഫോളോ ചെയ്തത്. നമ്മൾ നോർമലി വീട്ടിൽ കഴിക്കുന്ന ഭക്ഷണം തന്നെയായിരുന്നു കഴിച്ചിരുന്നത്. അതിനകത്ത് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ വരുത്തിയാണ് കഴിച്ചിരുന്നത്. എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുന്നുണ്ട്, പിന്നെ യോഗയും ചെയ്യുന്നുണ്ട്. ഇത് രണ്ടുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് രണ്ടും കൂടെ എല്ലാ ദിവസവും ചെയ്യല്ല, എന്നെ കൊണ്ട് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ എഫേർട്ടൊന്നും എടുക്കാതെയാണ് ഈ 10 കിലോ എനിക്ക് കുറയ്ക്കാൻ പറ്റിയത്. അതേസമയം എഫേർട്ട് എടുത്തിട്ടുണ്ട് താനും. അപ്പൊ ആ ഒരു ജേർണിയെ കുറിച്ച് പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതെല്ലാവരും ഇമിറ്റേറ്റ് ചെയ്യണം എന്നോ ഞാനൊരു ഹെൽത്ത് അഡ്വൈസ് ചെയ്യാൻ പറ്റിയ ആളാണെന്നോ ഒന്നുമല്ല. എൻ്റെ ജേർണിയിൽ ചില ഹാബിറ്റ്സ്, എന്നെ ഹെൽപ്പ് ചെയ്ത ചില ഹാബിറ്റ്സ്, ആ ഹാബിറ്റ്സിനെ കുറിച്ച് പറയാൻ മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതൊരു ഡയറ്റ് അഡ്വൈസ് അല്ല, ഇത് നിങ്ങൾ ഫോളോ ചെയ്യണം എന്നല്ല, ഇത് ഇമിറ്റേറ്റ് ചെയ്യണം എന്നല്ല. അതിനൊക്കെ നിങ്ങൾ കൃത്യമായ പ്രൊഫഷണൽ ഹെൽപ്പ് തേടണം. നമ്മുടെ ബോഡിക്ക് ഏതൊക്കെ ന്യൂട്രിയൻസ് ആണ് ആവശ്യം, ഏതൊക്കെയാണ് ഡെഫിഷ്യൻറ്റ് എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാൻ ഒരു പ്രൊഫഷണലിന് മാത്രമേ കഴിയുകയുള്ളൂ. ആ ഒരു പ്രൊഫഷണൽ അഡ്വൈസ് തന്നെ എന്തായാലും ഒരു വെയിറ്റ് ലോസോ വെയിറ്റ് ഗെയിനോ ജേർണി ചെയ്യുന്ന ഒരാൾ ആദ്യം എടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനത് ചെയ്തിരുന്നു. അതിൻ്റെ ബെനിഫിറ്റ് എൻ്റെ ബോഡിക്കുണ്ട്. കാരണം ഞാൻ ക്ഷീണിക്കാതെ, എൻ്റെ ഹെയർ ലോസോ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാതെ എനിക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ ലൈഫ് മിസറബിൾ ആക്കാതെ, അതായത് ഈ വെയിറ്റ് ലോസ് എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് എൻ്റെ ബാക്കി ലൈഫിൻ്റെ ആസ്പെക്ട്സ് എല്ലാം മിസറബിൾ ആവാതെ എനിക്ക് സസ്റ്റൈനബിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതും ഒക്കെ ഞാൻ പ്രൊഫഷണൽ അഡ്വൈസ് സീക്കിയതുകൊണ്ടും ഒരു കോമൺ സെൻസ് അപ്രോച്ച് എടുത്തതുകൊണ്ടുമാണ്. അതുകൊണ്ട് നിങ്ങളും ഉറപ്പായിട്ടും പ്രൊഫഷണൽ അഡ്വൈസ് എടുത്ത് തന്നെ ഡയറ്റിലേക്ക് പോകാവൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഡയറ്റിനെ കുറിച്ച് പറയാനല്ല, എൻ്റെ ലൈഫിനെ ഹെൽപ്പ് ചെയ്ത, അതിനകത്ത് വെയിറ്റ് ലോസ് ജേർണി അടക്കം എൻ്റെ ലൈഫിനെ എല്ലാ തരത്തിലും ഹെൽപ്പ് ചെയ്ത ചില ഹാബിറ്റ്സിനെ കുറിച്ച് പറയാനാണ്. അല്ലെങ്കിൽ ഹാബിറ്റ്സ് എങ്ങനെ ഫോം ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് പറയാൻ കൂടിയാണ്. എനിക്ക് ഒരു ഹാബിറ്റ്, ഫസ്റ്റ് ഹാബിറ്റ് നമ്മൾ പറയുകയാണെങ്കിൽ, ഞാൻ കഴിക്കുന്നത് എന്തും അളന്ന് കഴിക്കും എന്നുള്ളൊരു തീരുമാനത്തിലെത്തുകയും ആ തീരുമാനം നടപ്പിലാക്കുകയും ഇപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരാളായി ഞാൻ മാറുകയും ചെയ്തു എന്നുള്ളതാണ് എൻ്റെ നമ്പർ 1. ഒരു റീസൺ പറയണം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന നമ്പർ 1 റീസൺ അതായിരിക്കും. ഞാൻ അതിന് മെഷറിംഗ് കപ്സ് യൂസ് ചെയ്യാറുണ്ട്, കിച്ചൺ സ്കെയിൽ യൂസ് ചെയ്യാറുണ്ട്. ഇതൊന്നും ഇല്ലെങ്കിൽ പോലും നോർമൽ കപ്പ്, ടീ കപ്പോ എന്തെങ്കിലും ഒരു മെഷർ ചെയ്യാതെ ഞാൻ ഭക്ഷണം പ്ലേറ്റിലേക്ക് എടുക്കില്ല, കഴിക്കില്ല. അതേപോലെ സ്നാക്സ് ഒക്കെ കഴിക്കുമ്പോൾ പോലും ഞാൻ ഒരു കവർ പൊട്ടിച്ച് ആ കവറിൽ നിന്ന് അങ്ങ് കഴിച്ചു തുടങ്ങുകയല്ല ചെയ്യുന്നത്. അത് മെഷർ ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അത്രമാത്രം കഴിക്കും. സ്നാക്സ് എന്ന് ഞാൻ പ്രത്യേകം പറയാൻ കാരണം, നമ്മളുടെ ഡയറ്റിനെ ഏറ്റവും കുളമാക്കുന്ന ഒരു കാര്യം സ്നാക്സ് ആണ് എന്നുള്ളതാണ്. നമ്മൾ വൈകുന്നേരം ചായ കുടിക്കാനായിട്ട് ഇരുന്നിട്ട് പെട്ടെന്ന് ഒരു മുട്ടപ്പപ്സ് കഴിക്കുന്നു. 300-350 കാലറി കയറി പോവാണ് നമ്മൾ പോലും അറിയാതെ ഒരു 2 മിനിറ്റ് കൊണ്ട്. അപ്പൊ സ്നാക്സ്, എണ്ണയിൽ പൊരിച്ച സ്നാക്സ്, പലതരം സ്നാക്സ്, ഇനി അല്ല ഹെൽത്തി സ്നാക്സ് എന്ന് പറയണ ആവിയിൽ വേവിച്ച കൊഴുക്കട്ടയൊക്കെ ആണെങ്കിൽ പോലും കാലറീസ് ഇങ്ങനെ ഒരുപാട് കയറുകയാണ്. പ്രോട്ടീൻ ഇല്ല, കാർബും ഷുഗറും ആണ് കൂടുതലും. അത് കാർബും ഷുഗറും ഒഴിവാക്കണം എന്നല്ല ഞാൻ പറയണത്, പക്ഷെ നമ്മൾ അറിയാതെ ഒരുപാട് കാലറീസ് നമ്മുടെ ഉള്ളിലേക്ക് കയറി പോവാണ് സ്നാക്സ് വഴി. സ്നാക്സ് ബൈ നേച്ചർ അങ്ങനെ തന്നെയാണ്. പെട്ടെന്ന് നമുക്കൊരു ക്രേവിങ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് കുറച്ച് ക്രഞ്ചി ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള എന്നുള്ള രീതിയിലാണ് സ്നാക്സ് നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ കാലറീസ് അറിയാതെ കയറി പോകാനുള്ള ഏറ്റവും വലിയ സാധ്യത എന്ന് പറയുന്നത് സ്നാക്സും ജ്യൂസും ആണ്. അപ്പൊ ഇത് രണ്ടും ഞാൻ ഡയറക്റ്റ് പാക്കൊന്നും ഉപയോഗിക്കില്ല എന്ന് ഒരു തീരുമാനം എടുത്ത് അത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. സ്നാക്സ് ആണെങ്കിലും, എന്ത് സ്നാക്സ് ആണെങ്കിലും, അതിപ്പോൾ മസാല പീനട്സ് ആണെങ്കിലും മിക്സ്ചർ ആണെങ്കിലും എന്താണെങ്കിലും മെഷർ ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റും. ആ പ്ലേറ്റിലുള്ളതേ കഴിക്കുള്ളൂ എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. സ്നാക്സ് പരമാവധി ഒഴിവാക്കുന്നുണ്ടെങ്കിൽ പോലും കഴിക്കുന്നതാണെങ്കിൽ ഇങ്ങനെ കഴിക്കുള്ളൂ എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാ മീലും, ഇപ്പം അപ്പം ഒക്കെ ആണെങ്കിൽ ഒരപ്പം ആണ് കഴിക്കുന്നതെങ്കിൽ ആ ഒരപ്പത്തിൽ നിർത്തും, അതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നിർത്തും. അല്ലാതെ അപ്പം ചുടുമ്പോൾ ഒരപ്പം കഴിക്കും,
പിന്നെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഒരൊപ്പം കഴിക്കും, അല്ലെങ്കിൽ ഒന്നുകൂടെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഒന്നുകൂടെ എടുക്കും. അങ്ങനെയല്ല, ഞാൻ എത്രയാണോ മെഷർ ചെയ്യുന്നത് അത്രയും കഴിക്കും. എൻ്റെ ഹങ്കർ അതുകൊണ്ട് സാറ്റിസ്ഫൈഡ് ആവുമെന്ന് ഞാൻ എന്നോട് സ്വയം പറയും. യൂഷ്വലി അത് സാറ്റിസ്ഫൈഡ് ആവാറുണ്ട്. ഇനി അങ്ങനെ സാറ്റിസ്ഫൈഡ് ആയില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഫ്രൂട്ട്സും കൂടെ അതിൻ്റെ കൂടെ കഴിക്കും. പൈനാപ്പിളൊക്കെ അങ്ങനെ ഒരു നല്ല ഒരു ഓപ്ഷനാണ്. നമുക്ക് ഫൈബർ ചെന്നിട്ട് നമ്മുടെ വയറ് നിറയുകയും ചെയ്യും. പൈനാപ്പിൾ, വാട്ടർമെലൺ ഒക്കെ നമുക്ക് ഒരുപാട് കാലറീസ് കയറുമില്ല, കുറെ ന്യൂട്രിയൻസ് കിട്ടുകയും ചെയ്യും. അപ്പൊ നമ്പർ 1 ഹാബിറ്റ് എന്ന് പറയുന്നത് എന്ത് കഴിച്ചാലും അളന്ന് കഴിക്കും എന്നുള്ളതാണ്. നമ്പർ 2 ഹാബിറ്റ് എന്ന് പറയുന്നത് സ്നാക്സ് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. അത് ഞാൻ നേരത്തെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. സ്നാക്സ് ഞാൻ പരമാവധി ഒഴിവാക്കും. രാവിലേക്കും ഉച്ചക്കത്തെ മീലിനും ഇടയ്ക്കുള്ള സ്നാക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി. അങ്ങനെ ഒരു സ്നാക്ക് ഞാൻ കഴിക്കുകയില്ല. രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ ഉച്ചക്കേ കഴിക്കുള്ളൂ, ഉച്ചയ്ക്ക് കഴിച്ചു കഴിഞ്ഞാൽ രാത്രിയിലെ കഴിക്കുള്ളൂ എന്നാണ് എൻ്റെ ആഗ്രഹമെങ്കിലും വൈകുന്നേരം ചായയുടെ കൂടെ വല്ലപ്പോഴും സ്നാക്സ് കഴിക്കാറുണ്ട്. അത് ഞാൻ ഈ പറഞ്ഞതുപോലെ മെഷർ ചെയ്തേ കഴിക്കുള്ളൂ. എന്നാലും സ്നാക്സ് പരമാവധി ഒഴിവാക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത്, ഇത് ഞാൻ ട്രാക്ക് ചെയ്യും. എത്ര കാലറീസ് ആണ് കഴിക്കുന്നത് എന്നുള്ളത് ഞാൻ കഴിക്കുന്ന ഉടനെ എൻ്റെ ഒരു ആപ്പിൽ ട്രാക്ക് ചെയ്യും. നമുക്ക് ഏത് ഫുഡ് ആപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ChatGPT യൂസ് ചെയ്യാം ട്രാക്ക് ചെയ്യാനായിട്ട്, അങ്ങനെയുള്ള DeepSeek യൂസ് ചെയ്യാം ട്രാക്ക് ചെയ്യാനായിട്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് ഹെൽത്തിഫൈ മീ ആപ്പാണ്. അതിൽ ഞാൻ എത്രയാണ് കഴിച്ചത്, എന്താണ് കഴിച്ചത്, എത്ര അളവാണ് കഴിച്ചത്, ഏത് സമയത്താണ് കഴിച്ചത് എന്നുള്ളത് ലോഗ് ചെയ്യും. എന്നിട്ട് ഒരു ദിവസം ഇത്ര കാലറി എന്നുള്ളൊരു ലിമിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഞാൻ എല്ലാം എന്ത് കഴിച്ചാലും, ഇപ്പൊ സപ്പോസ് ഞാൻ ഒരു ബിരിയാണി കഴിച്ചു, ചീറ്റ് ചെയ്തു, ബിരിയാണി കഴിച്ചു, ഞാനത് ലോഗ് ചെയ്തിരിക്കും. ഞാൻ ഒരു 250 ഗ്രാം ബിരിയാണി കഴിച്ചത്, അത് ഞാൻ കൃത്യമായിട്ട് ലോഗ് ചെയ്തിരിക്കും. അതല്ല ഇത് പോയി, ഇന്നത്തെ ഡയറ്റ് പോയി, ഇനി ലോഗ് ചെയ്യണ്ട എന്ന് ഞാൻ വിചാരിക്കുകയില്ല. എത്ര മോശമായിട്ടുള്ള ഒരവസ്ഥയാണെങ്കിൽ പോലും, നമ്മൾ ഒരുപാട് കാലറി എക്സീഡ് ചെയ്താൽ പോലും ഞാനത് ട്രാക്ക് ചെയ്യും, അത് ലോഗ് ചെയ്യും. കാരണം നമ്മൾ അക്കൗണ്ടബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ എന്ത് കാര്യം ചെയ്താലും അത് അക്കൗണ്ടബിൾ ആയിരിക്കണം എന്നുള്ള ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ കൂടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇനി 4ാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഒരുപാട് വറുത്ത സാധനങ്ങൾ പരമാവധി യൂസ് ചെയ്യില്ല. അത് സ്നാക്സ് ആവാം, അതല്ല ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഫുഡ് ആവാം, അത് പരമാവധി ഒഴിവാക്കില്ല. കാരണം എണ്ണ വളരെ പെട്ടെന്ന് കാലറി കയറുന്ന ഒരു സാധനമാണ്. നമ്മൾ എണ്ണ ഒഴിവാക്കണം എന്നല്ല ഞാൻ പറയണത്, നമ്മുടെ ഫുഡ് രീതിയിൽ എണ്ണ ഒഴിവാക്കാൻ പറ്റില്ല, പക്ഷെ അതിന്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. കാരണം 1 സ്പൂൺ എണ്ണയും 2 സ്പൂൺ എണ്ണയും തമ്മിലുള്ള കാലറി ഡിഫറൻസ് എന്ന് പറഞ്ഞത് ഭയങ്കര വലുതാണ്. അപ്പം എണ്ണ പരമാവധി ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് അറിയാതെ തന്നെ നമ്മുടെ ഫുഡ് കുറച്ചു എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാവാതെ തന്നെ ഒരുപാട് കാലറി നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പൊ അതൊരു ഹാബിറ്റാണ്. ഇനി 5ാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഹാബിറ്റ്. ഈ കാര്യങ്ങളിലെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോമൺ സെൻസ് അപ്രോച്ചാണ് ഈ 5ാമത്തെ ഹാബിറ്റ്. ഒരു ഫുഡ് ഗ്രൂപ്പും ഒഴിവാക്കില്ല. അത് ഫാറ്റ് ആയിക്കോട്ടെ, കാർബ് ആയിക്കോട്ടെ, പ്രോട്ടീൻ ആയിക്കോട്ടെ, ഫൈബർ ആയിക്കോട്ടെ, ഒരു ഫുഡ് ഗ്രൂപ്പും അനാവശ്യമായി ഒഴിവാക്കുകയോ അനാവശ്യമായി കൂടുതൽ കഴിക്കുകയോ ചെയ്യില്ല. ഒരു കോമൺ സെൻസ് അപ്രോച്ച് ഫുഡിനോട് എടുക്കുക എന്നുള്ളതാണ് എൻ്റെ 5ാമത്തെ ഹാബിറ്റ്. പ്രോട്ടീൻ ഒരുപാട് കൂടുതൽ കഴിക്കണം, അതുകൊണ്ട് പ്രോട്ടീൻ പ്രയോറിറ്റൈസ് ചെയ്യുന്നു. അത് ഞാൻ ചെയ്യില്ല. പ്രോട്ടീൻ പ്രയോറിറ്റൈസ് ചെയ്യണം, പക്ഷേ ഒരുപാട് ഞാൻ കഴിക്കില്ല. എനിക്ക് കഴിക്കാവുന്ന ഒരളവ് ഞാൻ കഴിക്കും. പ്രോട്ടീൻ കൂടുതൽ കഴിക്കാൻ ശ്രമിക്കും എന്ന് വെച്ചാൽ പ്രോട്ടീൻ കഴിക്കാൻ വേണ്ടി ഒരുപാട് സപ്ലിമെന്റ്സ് എടുക്കുകയോ അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല. കാർബ് കുറയ്ക്കണം, കാർബ് തീരെ കുറച്ച് ഒഴിവാക്കണം, അത് ഞാൻ ചെയ്യില്ല. കാരണം നമ്മുടെ ബോഡിയുടെ പ്രൈമറി ഫ്യൂവൽ എന്ന് പറയുന്നത് കാർബാണ്. കാർബ് ഒഴിവാക്കിക്കൊണ്ടൊരു ഡയറ്റ് എനിക്ക് പോസിബിളും അല്ല. എനിക്ക് മൈഗ്രെയിൻ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. കാർബ് ഒരുപാട് ഒഴിവാക്കിയാൽ എനിക്ക് ഹെഡേക്കും എൻ്റെ ആ ദിവസം കുളമാവും. അപ്പൊ ഞാനത് കാർബ് ഒഴിവാക്കില്ല. മാത്രമല്ല അത് ഹെൽത്തിയും അല്ല. എൻ്റെ ന്യൂട്രീഷനിസ്റ്റ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ബോഡിക്ക് കാർബ് വേണം. എൻ്റെ എന്നല്ല, ആരുടെയും ബോഡിക്ക് കാർബ് വേണം. ഇനി അഥവാ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു റെസ്ട്രിക്റ്റീവ് ഡയറ്റിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ന്യൂട്രീഷനിസ്റ്റിനോട് ചോദിച്ചിട്ട് മാത്രം അത് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഫാറ്റ് ഞാൻ ഒഴിവാക്കില്ല. ബോഡിക്ക് ഫാറ്റ് വേണം, നമ്മുടെ ബ്രെയിനിനും ഒക്കെ ഡെവലപ്മെന്റിനും ഒക്കെ ഫാറ്റ് വേണം. പിന്നെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാത്ത ഒരു കാര്യമുണ്ട്. മിക്ക ഡയറ്റും ഒന്നെങ്കിൽ ഹൈ ഫാറ്റ്, ഹൈ പ്രോട്ടീൻ, ഹൈ കാർബ്, ലോ കാർബ്, ഇങ്ങനെയുള്ള ഡയറ്റ് ഒക്കെ പറയുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ വിടുന്ന ഒരാളുണ്ട് ഫൈബർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ദിവസം ഒരു 30 ഗ്രാം ഫൈബർ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വയറ് വളരെ ഫില്ലിംഗ് ആയിരിക്കും, നമ്മുടെ ഡൈജഷൻ സ്മൂത്ത് ആയിരിക്കും, നമ്മുടെ ഡയറ്റ് കീപ്പ് ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പമായിരിക്കും എന്നുള്ളതാണ്. ഈ ഫൈബറിനുള്ള സോഴ്സ് എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസ് നല്ല സോഴ്സാണ്, ഫ്രൂട്ട്സ് നല്ല സോഴ്സാണ്. ഇത് കൂടാതെ ലെഗ്യൂംസ്, അതായത് പയറുവർഗ്ഗങ്ങൾ, പയറ്, കടല ഒക്കെ ഈ ഫൈബറിന്റെ നല്ലൊരു സോഴ്സാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കുറച്ച് വേവിച്ച
കടല അത് ചോറിന്റെ കൂടെ എടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിശപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റും, വയറ് ഫില്ലായതുപോലെ ഇരിക്കും, വെയിറ്റ് ലോസും ഫാറ്റ് ലോസും ഒക്കെ എളുപ്പം പോസിബിൾ ആയിരിക്കും. അല്ലെങ്കിൽ പുഴുങ്ങിയ പയറ്, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ചോറിനൊപ്പം തന്നെ. അത്രയും അളവിൽ എടുക്കുക. ചോറിന്റെ അളവ് പകുതിയാക്കിയിട്ട് ബാക്കി പകുതി ഈ വേവിച്ച പയറ്, പുഴുങ്ങിയ പയറ് അല്ലെങ്കിൽ പുഴുങ്ങിയ കടല യൂസ് ചെയ്യുക. അപ്പൊ നമ്മുടെ ആ കലോറി ഇൻടേക്കും കുറയും, ഫൈബർ ഇൻടേക്ക് കൂടും, നമ്മുടെ വിശപ്പ് കൺട്രോളിലാവും, നമുക്ക് വെയിറ്റ് ലോസും ഫാറ്റ് ലോസും ഒക്കെ കുറച്ചും കൂടെ പോസിബിൾ ആവും. ഇത്രയും ഹാബിറ്റ്സ് ആണ് ഞാൻ കീപ്പ് ചെയ്യുന്നത്. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് കൺസിസ്റ്റന്റ് ആയി എല്ലാ ദിവസവും ചെയ്യുക എന്നുള്ളതാണ്. യു ഷോ അപ്പ് ഫോർ യുവർ സെൽഫ് എവറി ഡേ. എല്ലാ ദിവസവും നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ ഒരു നേരം തെറ്റി എന്ന് വെച്ചിട്ട് അത് ഫുൾ ഗിവ് അപ്പ് ചെയ്യാതെ ഇരിക്കുക. എല്ലാ ദിവസവും ഞാൻ ഇത്രയും ഹാബിറ്റ്സ് ചെയ്യുന്ന ഒരാളാണ് എന്ന് വിശ്വസിച്ച് അത് ചെയ്യുക. അങ്ങനെ ഓരോ ദിവസവും ഓരോ ചെറിയ വിക്ടറിയാണ്, ഒരു സ്മോൾ വിൻ ആണ്. അപ്പൊ നമുക്ക് ആ വിശ്വാസം കൂടും. ഞാനിത് ചെയ്യുന്ന ആളാണ്, ഞാനിത് കൺസിസ്റ്റന്റ് ആയി ചെയ്യുന്ന ആളാണ്. ഐ എം സമ്മൺ ഹൂ ഈസ് ഹെൽത്തി, ഐ എം സമ്മൺ ഹൂ ഈസ് ഈറ്റിംഗ് ഹെൽത്തി. അപ്പോൾ അത് കൺസിസ്റ്റന്റ് ആയി ചെയ്ത് ആ വിശ്വാസം നമ്മളിൽ വർദ്ധിപ്പിക്കുക. നമ്മൾ സ്മോൾ വിൻസ് കൊണ്ട് ഓരോ ദിവസവും ഓരോ സ്മോൾ വിൻ. ഈ സ്മോൾ വിൻ എന്ന് ഞാൻ പറയണത് അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട്. ആ ബുക്കിലെ ഒരു ടേമാണ് ഈ സ്മോൾ വിൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളിൽ ഒരു ഐഡന്റിറ്റി ചേഞ്ച് വേണം. നമ്മൾ ആ ഹാബിറ്റ് ചെയ്യുന്ന ഒരാളാണ്. സപ്പോസ് നമ്മളൊരു സ്മോക്കറാണ്, നമ്മൾ സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഐഡന്റിറ്റി നമ്മളൊരു നോൺ സ്മോക്കർ ആണ് എന്നുള്ളതായി കഴിഞ്ഞാൽ നമുക്ക് സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും എന്നാണ് പറയണത്. അതേപോലെ തന്നെയാണ് ഡയറ്റിന്റെ കാര്യത്തിൽ. നമ്മൾ ഒരു ഹെൽത്തി ആയിട്ട് ഈറ്റ് ചെയ്യുന്ന ഒരാളാണ് എന്നുള്ള ഒരു ഐഡന്റിറ്റിയിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം. ആ ഐഡന്റിറ്റിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്മോൾ വിൻസ് വേണം, ചെറിയ വിജയങ്ങൾ വേണം. അപ്പൊ നമ്മൾ ഒരു ദിവസം ഹെൽത്തി ആയി കഴിച്ചു, അല്ലെങ്കിൽ ഒരു നേരം ഹെൽത്തി ആയി കഴിച്ചു. അപ്പൊ നമ്മുടെ വിശ്വാസം ആ ഹെൽത്തി ഈറ്റർ എന്നുള്ള ആ ഒരു ഐഡന്റിറ്റിയിലേക്ക് ഒരു വോട്ടാണ്. നമ്മൾ ഹെൽത്തി ആയിട്ട് ഈറ്റ് ചെയ്യുന്ന ഒരാളാണെന്നുള്ള നമ്മുടെ വിശ്വാസം ഓരോ നേരവും കൂടുകയാണ്. ഈ ബുക്കിനെ കുറിച്ച് പറയാതെ നിവർത്തിയില്ല കേട്ടോ. എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ബുക്കാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വായിക്കും. ഓഡിബിളിലാണെങ്കിലും ഈ ഓഡിയോ ബുക്കായിട്ടാണെങ്കിലും ഒക്കെ ഞാൻ വീണ്ടും വീണ്ടും കേൾക്കും. എൻ്റെ കിൻഡിലുണ്ട്, എൻ്റെ ഓഡിയോ ബുക്കായിട്ടുണ്ട്, ഫിസിക്കൽ ബുക്കായിട്ടുണ്ട്. ഈ ബുക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വായിക്കുന്ന ഒരു ബുക്കാണ്. നമുക്കൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന ബുക്ക്. അത് മാത്രമല്ല, ഇത്തരം പോഡ്കാസ്റ്റുകളും ഇത്തരം സ്പീച്ചസും ടെഡ് ടോക്സും ഒക്കെ കൂടുതൽ കേൾക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മളൊരു മിഷനിലാണ്, നമ്മളൊരു ബെറ്റർ നമ്മളിലേക്കുള്ള മിഷനിലാണ് എന്നുള്ള തോന്നൽ നമുക്ക് ഒരുപാട് കൂടും. അപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് മാറും. നമ്മൾ ആ ഒരു ഓറിയന്റേഷനിലേക്ക് മാറും. ഞാൻ ഇങ്ങനെ ഒരു ബെറ്റർ മീ, ഒരു നല്ല പുതിയ ഒരു ഞാനിലേക്കുള്ള യാത്രയാണ്, പുതിയൊരു എന്നിലേക്കുള്ള യാത്രയാണ്. അപ്പൊ നമ്മൾ അതിനായിട്ടുള്ള കാര്യങ്ങൾ നോട്ടീസ് ചെയ്യാൻ തുടങ്ങും. ഒരു പുതിയ ഞാൻ എന്തായിരിക്കും ചെയ്യുക ഈ അവസരത്തിൽ, ഈ ഒരു ചോയ്സ്, എൻ്റെ ഒരു ബെറ്റർ മീ ഏത് ചോയ്സ് ആയിരിക്കും എടുക്കുക, ഒരു ഹെൽത്തി മീ ഏത് ചോയ്സ് ആയിരിക്കും എടുക്കുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ ഒരു ഐഡന്റിറ്റി ഷിഫ്റ്റ് വന്നാൽ മാത്രമേ നമുക്ക് സ്മൂത്ത് ആയിട്ട് നമ്മുടെ ലൈഫിനെ മാറ്റിമറിച്ചുകൊണ്ട്, നല്ല രീതിയിൽ മാറ്റിമറിച്ചുകൊണ്ട് നമുക്ക് ഒരു പുതിയ ഒരു ഹെൽത്തിയർ വേർഷനിലേക്ക് മാറാൻ പറ്റൂ. അത് മാത്രമേ സസ്റ്റൈനബിൾ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സ്റ്റാർട്ട് വിത്ത് ആൻ ഐഡന്റിറ്റി ചേഞ്ച്. ഫോർ ദാറ്റ് അതിനു വേണ്ടിയിട്ട് സ്മോൾ ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യുക. ഹാബിറ്റ് ബിൽഡ് ചെയ്ത് പുതിയൊരു പേഴ്സണാലിറ്റി എന്ന് ഞാൻ പറയില്ല, പുതിയൊരു വേർഷനിലേക്ക് വരിക. അപ്പം ഈ ചോയ്സസ് ഒക്കെ നമുക്ക് എളുപ്പമായിരിക്കും. നമുക്ക് അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് നമ്മളത് കഴിക്കുന്ന ആളല്ല, അപ്പൊ നമ്മളത് കഴിക്കില്ല. അപ്പൊ നമുക്കതൊരു ക്രേവിങ് പോലെയോ ഒരു വലിയൊരു ത്യാഗം പോലെയോ ഒന്നും തോന്നില്ല. ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുള്ളൂ. അപ്പൊ നമ്മുടെ ഡയറ്റ് ആണെങ്കിലും ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആണെങ്കിലും എന്താണെങ്കിലും ഈസി ആക്കാൻ നോക്കുക എന്നുള്ളതാണ്. അതിന് ചില നോൺസെൻസ് അപ്രോച്ചുകൾ, ചില കോമൺ സെൻസ് അപ്രോച്ചുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് മാത്രമേ ഞാൻ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചുള്ളൂ. നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഹെൽപ്ഫുൾ ആയി തോന്നി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്